വാട്സപ്പിൽ നമ്മൾ കാത്തിരുന്ന അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഒരേ വാട്സപ്പ് തന്നെ ഒന്നിലധികം ഫോണുകളിൽ ഉപയോഗിക്കാം. വാട്സപ്പ് വെബിന്റെ കാര്യമല്ല പറയുന്നത്, വാട്സപ്പ് ആപ്ലിക്കേഷൻ തന്നെ ഒരേ ഫോൺ നമ്പർ വെച്ചുകൊണ്ട് ഒന്നിലധികം ഫോണുകളിൽ ഉപയോഗിക്കാൻ പറ്റും. കമ്പാനിയൻ മോഡ് എന്ന് പറയും. അപ്പോൾ ഈ കമ്പാനിയൻ മോഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പുതിയ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പുതിയ ഫോണിൽ പുതിയ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് ഫോൺ നമ്പർ അടിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. പക്ഷെ നമ്മൾ അത് എടുക്കാതെ ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്തിട്ട് ലിങ്ക് എ ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു QR കോഡ് വന്നു കണ്ടോ. ഇനി ഏത് ഫോണിലത്തെ വാട്സപ്പ് ആണോ നമുക്ക് ആ ഒരു പുതിയ ഫോണിൽ കിട്ടേണ്ടത്, ആ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് എ ഡിവൈസ് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫിംഗർ ചോദിക്കും, അതിൻ്റെ സെക്യൂരിറ്റി എന്താ വെച്ചാൽ അത് ചോദിക്കും, അത് കൊടുക്കുക. ശേഷം ഈ QR കോഡ് സ്കാൻ ചെയ്യുക. ഇപ്പോൾ ലോഗിൻ ഇൻ എന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ആ വാട്സപ്പ് ചാറ്റുകളും അതിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തുള്ള എല്ലാം അതിൽ വരും കേട്ടോ. നോക്കും കണ്ടോ, ഹസ്ബൻഡ്, PGT ഓഫീസ്, സുമി പ്രതാപ്, അർച്ചന സുധീഷ്, എല്ലാം സെയിം സംഭവങ്ങൾ, മുഴുവൻ ചാറ്റും അതിൽ വരും. ഒരു വ്യത്യാസമില്ല. നമുക്ക് ഈ വാട്സപ്പിൽ നമുക്ക് നെറ്റ് ഡാറ്റ ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കംപ്ലീറ്റ് നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചാലും നമുക്ക് ഇതിനകത്തുനിന്ന് സുഖമായിട്ട് മെസ്സേജ് അയക്കാൻ സാധിക്കും. നെക്സ്റ്റ് സെൻഡ് കണ്ടോ, സെൻഡായി. സോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടും ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോണായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ബട്ട് സെയിം ഈ ഫോണിലത്തെ വാട്സപ്പ് തന്നെയാണ് അതിലിരിക്കുന്നത്. സോ ഈ രീതിയിൽ ഒരു ഫോൺ നമ്പർ വെച്ചുകൊണ്ട് തന്നെ ഒന്നിലധികം ഫോണുകളിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. 2 ഫോണുകൾ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഫോണുകളിലേക്ക് സപ്പോർട്ട് വരുമെന്ന് എനിക്കറിയില്ല. 2 തന്നെ സഫീഷ്യൻ്റ് ആണ് അല്ലേ? പിന്നെ ഈ 4-5 ഫോണുകളിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സംഗതി കേട്ടല്ലോ എന്ന് ചിലർ കമന്റ് വഴി ചോദിക്കുന്നുണ്ടായിരുന്നു. അത് വാട്സപ്പ് വെബാണ്, അത് വേറെ. അത് നമ്മൾ നോർമലി ലിങ്ക് ഡിവൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോണിൽ വേണമെങ്കിലും സഫാരി അല്ലെങ്കിൽ അതിൻ്റെ ഗൂഗിൾ ക്രോമ തുറന്നിട്ട് അതിനകത്ത് വാട്സപ്പ് വെബ് എടുത്തിട്ട് അതിൽ ഇതേപോലെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് വെബിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അത് വാട്സപ്പ് വെബാണ്. ഇത് വന്നിട്ട് കമ്പാനിയൻ മോഡ്, വാട്സപ്പ് ആപ്ലിക്കേഷൻ തന്നെ പല ഫോണുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ കമ്പാനിയൻ മോഡ് മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യുക. ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലിങ്ക് സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ സ്റ്റാറ്റസിൽ ലിങ്ക് കൊടുത്താൽ അത് വർക്ക് ചെയ്യില്ല. ബട്ട് ഇനി അങ്ങോട്ട് നമ്മൾ നോർമലി സ്റ്റാറ്റസ് ഇടുമ്പോൾ, ഇപ്പം ഞാനിവിടെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്കൊരു ലിങ്ക്, എന്തെങ്കിലും ഒരു ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യണം. നമ്മളിത് അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് എടുക്കുകയാണ്, പൊന്നിയിൽ ചെലവിൻ്റെ ലിങ്ക് എടുക്കുകയാണ്. എന്നിട്ട് ഈ സിനിമയെക്കുറിച്ച് ഞാൻ സ്റ്റാറ്റസ് ഇടാൻ പോവാണ്. അതായത് ആമസോൺ പ്രൈം വീഡിയോയിൽ ഈ ഒരു പൊന്നീശ്വരം വന്നിട്ടുണ്ട്, ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിങ്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് കൊടുക്കുന്നതേ ഉള്ളൂ. സ്റ്റാറ്റസ് എടുക്കുന്നു, ഒരു ഇമേജ് എടുക്കുന്നു, അതിൻ്റെ ഒപ്പം ആഡ് ക്യാപ്ഷൻ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് റെഡിയായി. ഇനി നമുക്ക് ആ സ്റ്റാറ്റസ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം, ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇനി ഈ ഫോണിൽ നമ്മൾ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ PGT ഓഫീസ്, അതിൽ ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസ് ഇതിൽ കാണാം. നമ്മളത് ഓപ്പൺ ചെയ്യാണ്. പോസ്റ്ററൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ലിങ്ക് താഴെ കാണാം. നമ്മളതിൽ ക്ലിക്ക് ചെയ്യാണ്. ഓപ്പൺ കണ്ടോ, ഓപ്പൺ ലിങ്ക് പ്രൈം വീഡിയോയിലേക്ക് വന്നു. വാച്ച് വിത്ത് പ്രൈം നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പ്രൈം വീഡിയോയിൽ നമുക്ക് ആ സിനിമ കാണാൻ സാധിക്കും. സോ നമുക്ക് ഈസി ആയിട്ട് ലിങ്ക് അടക്കം ഇനി പോസ്റ്റ് ചെയ്യാൻ സാധിക്കും സ്റ്റാറ്റസ്. സോ സ്റ്റാറ്റസിൽ ലിങ്ക് വന്നിട്ടുണ്ടെന്ന് ചുരുക്കം. ഇനി അടുത്ത ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, ഈ വാട്സപ്പിന്റെ ക്യാമറ സെക്ഷൻ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അതിനകത്ത് നമുക്ക് നോർമലി ഇപ്പോൾ ഇങ്ങനെയാണ് കണ്ടോ. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്താൽ ഫോട്ടോ വരും, ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ വീഡിയോ എടുക്കാം. പക്ഷേ പുതിയ അപ്ഡേറ്റ് വരാൻ പോകുന്നത് ബീറ്റ വെർഷനിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഈ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ വീഡിയോ കണ്ടോ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ മോഡിൽ വെച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യുക, വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ മോഡിൽ വെച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യാം. സോ ഈസി, അത് നല്ലൊരു ചേഞ്ച് ആയി. ഇനി അടുത്തൊരു കാര്യം, സെൽഫ് മെസ്സേജ് സർവീസ് കുറച്ച് നാളായി വന്നിട്ട് അതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. നമുക്ക് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് വന്നു, നമുക്കത് ഭാവിയിലേക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഫോർവേഡ് ചെയ്ത് നമ്മുടെ തന്നെ വാട്സപ്പിലേക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ ചാറ്റിന്റെ ഐക്കണിൽ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം PGT ഓഫീസ് യു, അതായത് എൻ്റെ തന്നെ നമ്പറാണ് ഈ കാണുന്നത്. എനിക്ക് തന്നെ വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. കണ്ടോ, ഈ അയക്കുന്നത് അപ്പം തന്നെ ബ്ലൂടൂത്ത് വരാണ്, കാരണം ഇത് ഇതിലേക്ക് തന്നെയാണ് അയച്ചിരിക്കുന്നത്. സോ ഇത് സ്റ്റേബിൾ വെർഷനിൽ തന്നെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ഇപ്പം തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് മെസ്സേജ് അയക്കാം. എന്തെങ്കിലും റിമൈൻഡർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും അയക്കുന്ന ഒരു മെസ്സേജ് നമുക്ക് ഭാവിയിൽ ആവശ്യം വരാമെന്ന് തോന്നിയാൽ നമുക്കത് ഫോർവേഡ് ചെയ്ത് സൂക്ഷിക്കാം. കേട്ടോ, PGT ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങോട്ട് തന്നെ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത് ഫോർവേഡ് ചെയ്ത് ഇതിലേക്ക് ഒരു റിമൈൻഡർ പോലെയോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് പോലെയോ ഒക്കെ സൂക്ഷിക്കാൻ സാധിക്കും. വരുന്ന മെസ്സേജുകളെയോ അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കണമെങ്കിലോ അത് ടൈപ്പ് ചെയ്ത് വെച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ പേഴ്സണലി മെസ്സേജ് അയക്കാൻ കഴിയുന്ന സംവിധാനമാണ് സ്റ്റേബിൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. സോ ഇതും നല്ല ഒരു ചേഞ്ച് തന്നെയാണ്. ഇനി അവതാർ ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർ അറിയാം. നമുക്ക് വാട്സപ്പ് പ്രൊഫൈലിന് പകരം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു അവതാർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണിച്ചു തരാം. ഈ 3 ഡോട്ടിലൊന്ന് ടാപ്പ് ചെയ്തിട്ട്
നമ്മൾ സെറ്റിങ്സ് എടുക്കുക, അതിൽ അവതാർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അക്കൗണ്ടിന് താഴെയായിട്ടുള്ള ഓപ്ഷനാണ് ക്രിയേറ്റ് യുവർ അവതാർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് നിന്ന് ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റൈല് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുന്നു, നമ്മൾ അതിനകത്തേക്ക് എത്തുന്നു. നമ്മുടെ സ്കിൻ ടോൺ എന്ത് കളറാണോ ഏകദേശം നമുക്ക് മാച്ച് ആവുന്ന തരത്തിലെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നെക്സ്റ്റ് അടിക്കുന്നു. ഏത് ഷേപ്പിലുള്ള ഹെയർ സ്റ്റൈൽ വേണം നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അപ്പുറത്തെ കളറും കാര്യങ്ങളും സെലക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് ലാസ്റ്റ് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചേഞ്ചസ് എന്ന് വരും, അത് സേവ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് പ്രൊഫൈൽ ഫോട്ടോ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റൈല്, അവതാരം നിങ്ങൾക്ക് എന്ത് സ്റ്റൈല് വേണോ അതിവിടെ സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ആയിരിക്കും പിന്നീട് നിങ്ങൾക്ക് വരിക. അതായത് അവതാർ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് വർക്ക് ചെയ്യും. സോ ഇങ്ങനെ അവതാർ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് ഇടാനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ വന്നിരിക്കുകയാണ്. സോ അവതാർ വേണ്ടവർക്ക് അവതാർ വെക്കാം. ഇനി ഒരു നല്ല ചേഞ്ച് എന്ന് പറയുന്നത്, ചേഞ്ച് അല്ല, ഒരു പുതിയ ഫീച്ചർ വരുന്നത്, പോൾ ഫീച്ചർ വരുന്നുണ്ട്. ബട്ട് എൻ്റെ ഫോണിലേക്ക് ബീറ്റിലേക്കും കിട്ടിയിട്ടില്ല, സ്റ്റേബിളിലേക്കും കിട്ടിയിട്ടില്ല. പക്ഷെ വരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് കാണാം. ഈ ഒരു സംഗതി വരുന്നുണ്ട്. ഇത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വളരെ സിമ്പിൾ ആണ്. മുകളിൽ സെർച്ച് ഐക്കണിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്ററുകൾ പലതരത്തിൽ വരും. ആ ഫിൽറ്ററുകളിൽ പോൾ എന്നുള്ള സംഗതി കൂടി ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ആ പോൾ ഫീച്ചർ വന്നു എന്നാണ് അർത്ഥം. ബട്ട് ഇപ്പോഴേക്കും നമ്മുടെ ഫോണുകൾ അത് കിട്ടിയിട്ടില്ല. എന്നാൽ പലർക്കും കിട്ടി എന്ന് പറയുന്നുണ്ട്. ബീറ്റയിലും സ്റ്റേബിളിലും കിട്ടിയ ആൾക്കാരുണ്ട്. എന്നാൽ എനിക്ക് വന്നിട്ടില്ല. അതൊരു നല്ല ഫീച്ചറാണ്, വരുന്നുണ്ട്. സോ ഈ ഒരു 5-6 ഫീച്ചറുകൾ എന്തായാലും എല്ലാവർക്കും തന്നെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ സാധ്യതയുള്ള ഫീച്ചറുകൾ തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.